അൾജീരിയയുടെ ഈത്തപ്പഴം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെവിടെയാണ്? ഓക്കെ, അൾജീരിയയുടെ ഈത്തപ്പഴമാണ്. ഇതെങ്ങനെയാണ് റേറ്റ്? ഹലോ ഫ്രണ്ട്സ്, മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തറ പുത്തമ്പള്ളിയാണ്. പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് 100ഓളം വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഡേറ്റ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉള്ള ഒരു കട തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുത്തമ്പള്ളി ഫ്രൂട്ട്സ് കട, പുത്തമ്പള്ളി ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഇതാണ് പുത്തമ്പള്ളി. അപ്പോൾ പൂന്തറ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇതാ നമ്മുടെ പുത്തമ്പള്ളി ഫ്രൂട്ട്സ് കടയുടെ കെയർ ഓഫിലുള്ള തന്നെ നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഉണ്ട്, ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാത്തിൻ്റെയും നമ്മൾ പ്രൈസ് ഒക്കെയാണ് ചോദിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹയർ. ഇത്തവണ എന്താണ് വെറൈറ്റി ആയിട്ടുള്ളത്? വെറൈറ്റി ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തേക്കും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഈത്തപ്പഴങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് നോക്കി. ഓക്കെ, ഏതൊക്കെ രാജ്യത്തിലുണ്ട്? ഏതൊക്കെ? സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, ബഹ്റൈൻ, ഇങ്ങനെ പല രാജ്യങ്ങളുടെ ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേറെ വായിൽ കൊള്ളാത്ത കുറെ പേരുകളുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് കൂടുതലും ഒന്നും പറയാത്തത്. ആവശ്യത്തിനുള്ളത് മാത്രം പറഞ്ഞങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഈത്തപ്പഴങ്ങളൊക്കെ വിലയൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ എന്തൊക്കെ ഐറ്റംസിലുണ്ട്? അത് ആദ്യം അത് പറയണം. എന്തൊക്കെ ഐറ്റംസ്? അൾജീരിയയുടെ ഉണ്ട്, പിന്നെ ഇറാന്റേത്, ഇറാഖിന്റേത്, സൗദിയുടേത്, പിന്നെ അങ്ങനെ പല രാഷ്ട്രങ്ങളുടെ ഉണ്ട്. എല്ലാം വിദേശ ഈത്തപ്പഴങ്ങൾ മാത്രമേ ഉള്ളൂ. 200 രൂപ മുതൽ 580 രൂപയ്ക്ക് വരെ ഈത്തപ്പഴമുണ്ട്. ഈത്തപ്പഴം അല്ലാതെ വേറെ എന്തൊക്കെ ഐറ്റംസ്? വേറെ ചെറിയുണ്ട്, അത്തിപ്പഴം, അതുപോലെ അത്തിപ്പഴമുണ്ട്, പിന്നെ ആപ്രിക്കോട്ടുണ്ട്. ഇങ്ങനെ 2-3 വെറൈറ്റികളുണ്ട് ആ ഐറ്റത്തിൽ തന്നെ. ഈത്തപ്പഴമാണെങ്കിൽ ഒരുപാട് വെറൈറ്റി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെറൈറ്റികളുണ്ട്. ഇതിന്റെ പേര് കിമിയ ഡേറ്റ്സ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത നല്ല സോഫ്റ്റ് ആയിരിക്കും. കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ് ആണ്. ആർക്ക് വയസ്സായവർക്കും കൊച്ചു കുട്ടികൾക്ക് ഹാർഡല്ല. നല്ല സോഫ്റ്റ് ആണ്. അതിന്റെ തന്നെ വേറെ കണ്ടെയ്നർ ഉണ്ട്. ഇത് സാധാരണ മറ്റേ ബോക്സിലുള്ള. ഇതെങ്ങനെ റേറ്റ് എങ്ങനെയാണ്? ഇത് ബോക്സ് വന്നിട്ട് 170 രൂപ. 170 രൂപ. എത്രയാണ് വെയിറ്റ്? ഇത് വന്നിട്ട് 600 ഗ്രാം. 600 ഗ്രാം ആണ്. ഓക്കെ, ഇനി അതിന്റെ ബോക്സിലുള്ളത് 180 രൂപ. ബോക്സിലുള്ള വന്നിട്ട് 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആണല്ലേ? നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം. അതേപോലെ നല്ല വയസ്സായവർക്കും ഉപയോഗിക്കാം. അൾജീരിയയുടെ ഈത്തപ്പഴം. ഓക്കെ, ഇതെങ്ങനെയാണ് റേറ്റ്? എങ്ങനെയാണ് അത്? റേറ്റ് വന്നിട്ട് 1/2 കിലോ ആണ്. 250 രൂപ വിലയാണ്. 250 രൂപയാണ് 1/2 കിലോ അൾജീരിയയുടെ ഈത്തപ്പഴം. 70 രൂപയുടെ വില ഉണ്ട്. 3 MRP. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 250 രൂപയ്ക്കാണ്. ഓക്കെ, അൾജീരിയയുടെ ഈത്തപ്പഴം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെവിടെയാണ്? അതാണ് ഇത്. ഓക്കെ, അൾജീരിയയുടെ ഈത്തപ്പഴമാണ്. ഇതെങ്ങനെയാണ് റേറ്റ്? ഇത് ഒരു പാക്കറ്റ് വന്നിട്ട് 90 രൂപ. ഒരു പാക്കറ്റ് വന്നിട്ട് 90 രൂപയാണ് കേട്ടോ. അൾജീരിയയുടെ ഈത്തപ്പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുത്തമ്പള്ളി ഫ്രൂട്ട്സ് കടയിൽ വന്നു കഴിഞ്ഞാൽ അൾജീരിയയുടെ ഈത്തപ്പഴം കഴിക്കാം. സൂപ്പർ അല്ലേ? ഓക്കെ, റേറ്റ് വരുന്ന ഇതും 1/2 കിലോ ആണ്. 100 രൂപ വില. 100 രൂപ ഉള്ളത്. നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, കുരുണ്ട്, കുരു കളയേണ്ടി വരും. കുരു കളയേണ്ടി വരും. ചെറി, പാലക്കാടൻ ചെറി എങ്ങനെയാ റേറ്റ്? എങ്ങനെയാ റേറ്റ് വന്നിട്ട് കിലോ 300 രൂപ. കിലോ 300 രൂപയാണ് പാലക്കാടൻ ചെറി. കിലോ വന്നിട്ട് 300 രൂപയാണ്. 320 രൂപ. അതായത് സോഫ്റ്റ് ആയിട്ടുള്ളത്. ഏത് രാജ്യത്തെയാണ് ഈ ഈത്തപ്പഴം? ഇത് വന്നിട്ട് സൗദിയുടെയാണ്. സൗദിയുടെ ഈത്തപ്പഴമാണ്. സൗദിയുടെ കുറഞ്ഞ ഐറ്റം. 320 രൂപയാണ് സൗദിയുടെ കുറഞ്ഞ ഐറ്റം. ഇനി അടുത്തത് ഹാർഡുണ്ട്. എവിടെ? യമനിലെ ഈത്തപ്പഴം. സൂപ്പർ. യമനിലെ ഈത്തപ്പഴം എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് വന്നിട്ട് 360 രൂപ വരെയാണ്. ശകലം ഹാർഡാണ്. ഓക്കെ, യമനിലെ ഈത്തപ്പഴം വന്നിട്ട് 360 രൂപയാണ്. ശകലം ഹാർഡാണ്. ഇനി അടുത്തത് അതേപോലെ ഇത് ഇറാന്റെ ഈത്തപ്പഴം. ഇറാന്റെ ഈത്തപ്പഴം ഐറ്റം ഉണ്ട്. ഇറാന്റെ അതിൽ ഒരു ഐറ്റം ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? 380 രൂപ. ഓക്കെ, ഇനി അടുത്തത് പിന്നെ ഇത് വന്നിട്ട് സൗദിയുടെ ഈത്തപ്പഴം. ഇത് കുറച്ചുകൂടെ ഹാർഡാണ്. വയസ്സായവർക്കൊന്നും കഴിക്കണമെങ്കിൽ ഇത് പക്ഷേ ശകലം ഓക്കെ, ഇതെങ്ങനെ ഒരു റേറ്റ്? റേറ്റ് വന്നിട്ട് 400 രൂപ. ഇത് എവിടത്തെയാണ്? ഇത് സൗദിയിലെ ഈത്തപ്പഴം. ഓക്കെ, ഇനി അടുത്തത് ഇത് ഇറാഖിന്റെ ഈത്തപ്പഴം. ഇറാഖിലൊക്കെ ഇപ്പൊ യുദ്ധം നടന്നാണ് ഈത്തപ്പഴം കിട്ടും. ഇറാഖിന്റെ 2 ഐറ്റം ഉണ്ട്. ഏറ്റവും കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. ഏറ്റവും 480 രൂപ. ഓക്കെ, 480 രൂപയുടെ ഈത്തപ്പഴം. ഓക്കെ, അതേപോലെ തന്നെ ഇതും ഇറാഖിന്റെയാണ്.
ഇറാഖിന്റെ ഈത്തപ്പഴം. ഓക്കെ ഓക്കെ. ഇതേപോലെ പല വെറൈറ്റി. പിന്നെ ഇറാഖിന്റെ ഈത്തപ്പഴം ഇതെങ്ങനെയാ റേറ്റ് എങ്ങനെയാ? 580. 580 രൂപയാണ്. 580. ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. ചോക്ലേറ്റ് പോലുള്ള. അടുത്തത് ഇത് അൾജീരിയയുടെ. അല്ല, ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഇതെല്ലാം ആ സ്ഥലത്ത് 480 ആ ഒരു റേറ്റ് തന്നെയാണ്. ഇവിടെ ഒരു 460 ഉണ്ട്, ഇവിടെ 440 ഉണ്ട്. ഇനി അടുത്തത് അൾജീരിയയുടെ 420 രൂപ. 420 രൂപയുടെ അൾജീരിയയുടെ ഈത്തപ്പഴം ഗോൾഡ് പോലെ ഇരിപ്പുണ്ട്. ഗോൾഡ്. ഓക്കെ. ശകലം കൂടെ കൂടി അൾജീരിയയുടെ ഉണ്ട്. 440 രൂപ. 440 രൂപയുടെ ഈത്തപ്പഴമാണ്. ഓക്കെ. പിന്നെ ഇറാഖിന്റെ ബരാരി ഉണ്ട്, 200 രൂപ. 200 രൂപ ഇറാഖിന്റെ ഒറിജിനൽ ബരാരി 200 രൂപ. ഓക്കെ 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 ഓക്കെ. ടേസ്റ്റിങ്ങിന് വേണ്ടി നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് പറയണം. എല്ലാവർക്കും എന്താ ടേസ്റ്റിങ്ങിന് വേണ്ടി എല്ലാവർക്കും കൊടുക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. ഇവിടെ നിന്നാണ് ഈത്തപ്പഴം വാങ്ങിക്കുന്നത് സാധാരണ? അതെ. ഓക്കെ. എങ്ങനെയുണ്ട് ഈത്തപ്പഴം? എങ്ങനെയുണ്ട്? കൊള്ളാം. ബാക്കിലൊരു എങ്ങനെയുണ്ട് ഈത്തപ്പഴം? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സാധാരണ ഇവിടെ തന്നെയാണ് ഈത്തപ്പഴം വാങ്ങിക്കാറ്? സൗദി കഴിച്ച അതേ ടേസ്റ്റ്. അതേ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? സൂപ്പർ ഈത്തപ്പഴം. ഇത് സൂപ്പറാണ്. അൾജീരിയയുടെ സൂപ്പർ ഈത്തപ്പഴം.